ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയൊരു വനിതയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പഴയൊരു വനിതയുടെ ബുക്കാണ്. 2015 16 അത്രയും പഴക്കമുള്ളൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 10 വർഷം മുൻപ് പഴക്കമുള്ളൊരു വനിതയാണ്. ഇതിൽ ഇയറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു വാൾ ഡെക്കോറാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു വാൾ ഡെക്കോറാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പഴയ വനിതയോ അങ്ങനത്തെ മാഗസീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടല്ലോ, പഴയ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് വാൾ ഡെക്കോർ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ നിന്നും കുറച്ച് പേജസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ പേപ്പർ സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പോകാൻ കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു പേജിന് ഇതേപോലെ 2 പേജാക്കിയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. മടക്കി കൊടുത്തിട്ട് അങ്ങനെ 2 പീസാക്കി എടുക്കുകയാണ്. ഒരു പേജിന് നമ്മൾ 2 പീസാക്കി എടുക്കുകയാണ്. ഞാനിത് 4 ഒരുമിച്ച് വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ഓരോ പീസും പേപ്പർ സ്റ്റിക്കുകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബ്രഷ് ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് സ്റ്റിക്കുകൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും അറിയാതിരിക്കില്ല ഈ ഒരു സ്റ്റിക്കിൻ്റെ പരിപാടി. കാരണം പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിക്കുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ, അതായത് വലിയ നീളത്തിലുള്ള സ്റ്റിക്കാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ, അതായത് ഇങ്ങനെ ജസ്റ്റ് കട്ടിങ് ഒന്നും കൊടുക്കേണ്ട, നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് നേരെ ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കി എടുത്താൽ മതി. കട്ടിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് വലിയ നീളത്തിലുള്ള സ്റ്റിക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഇത്രയും വലുപ്പത്തിലുള്ളത് മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3-4 എണ്ണം ഉണ്ടാക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുന്ന പണി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റിക്കുകളൊക്കെ പെയിൻറ്റ് അടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഒത്തിരി സ്റ്റിക്കർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇത്രയും സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും സ്റ്റിക്കർ ഒരു 10-12 ഉണ്ടായിരുന്നു ഏകദേശം. അപ്പം ഞാൻ ഇനി ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു അറ്റം പോലത്തെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു അറ്റ ഭാഗം നമുക്ക് ലെവലല്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പീസും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു കൂർത്ത് നിൽക്കുമ്പോഴാണുള്ളത്, അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കാരണം ഇതുപോലെ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണ്ട. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ചെയ്യുന്നത് എല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഞാൻ എല്ലാ സ്റ്റിക്കുകളും നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതൊരു ബ്ലാക്ക് കളർ തീമിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ബ്ലാക്ക് ആകുമ്പോൾ ഒരു ആൻറ്റിക് ലുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് നല്ല രീതിയിൽ ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റിക്കുകളും ഞാൻ ഈ ഒരു കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് യെല്ലോ അല്ലെങ്കിൽ റെഡ് അങ്ങനത്തെ ഏത് ഡാർക്ക് കളർ കൊടുത്താലും അടിപൊളി, ബ്ലൂ ഒക്കെ കൊടുത്താൽ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ റെഡ് അങ്ങനത്തെ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഏത് കളർ കൊടുത്താലും അടിപൊളിയായിരിക്കും. എന്നാലും എൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാം നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതിലൊരു തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പെയിൻറ്റ് പ്ലസ് ഒരു തുള്ളി വെള്ളം കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പേപ്പറിലൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ അതിലൊരു തുള്ളി വെള്ളം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും കേട്ടോ. പക്ഷേ ഡ്രൈ ആവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ. എപ്പോഴും കാർഡ്ബോർഡ് അതേപോലെ തന്നെ പേപ്പറൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നിങ്ങളൊന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതിട്ടാ. അപ്പം ഞാനിത് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ അത് നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു പഴയ കാർഡ്ബോർഡിൻ്റെ അകത്ത് 2 റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു അരവണേൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഈ 2 റൗണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതല്ലെങ്കിൽ നിങ്ങൾ കോമ്പസ് ഒക്കെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ജസ്റ്റ് കട്ട് ചെയ്തെടുത്താലും മതി. 2 ഒരേ ഷേപ്പിലുള്ളത് തന്നെയായിരിക്കും, ഒരേ അളവിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ 2 പീസിൻ്റെയും നമ്മൾ ഒരു ഭാഗമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ഭാഗം നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല. മറ്റേതിൻ്റെയും ഒരു ഭാഗം നമ്മൾ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. കാർബൺ ആയതുകൊണ്ട് തന്നെ ഇതും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയ ശേഷം ഞാൻ നമ്മുടെ 2 സ്റ്റിക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കുകളും ഈ ഒരു കാർഡ്ബോർഡും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു സ്റ്റിക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് അറേഞ്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ ആദ്യം 4 ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് ഓരോ പീസും കൂടെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഞാൻ കുറച്ചും കൂടെ വലുതായിട്ട് വെക്കാമെന്ന രീതിയിലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ വെച്ച് വന്നപ്പം എനിക്ക് ഈ ഒരു ഷേപ്പ് ഇത് മതി എന്നുള്ളതായി. ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സ്റ്റിക്കുകൾ ഞാൻ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന്
കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ മതിയെന്ന് തോന്നി ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പം. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച പോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ സ്റ്റിക്കുകളും ഇതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. എന്ന് നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റിക്കിൻ്റെ മേലെ വീണ്ടും ഫെവിക്കോൾ ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റൗണ്ട് ഷേപ്പും കൂടെ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫെവിക്കോളിന് പകരം നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. പക്ഷേ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് കഴിയും. പക്ഷേ എങ്കിലും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. കാരണം പേപ്പറും ഒട്ടിക്കുന്ന ടൈമിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഗ്ലൂ ഗൺ പ്രിഫർ ചെയ്യില്ല. കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് ഇളകിപ്പോരും. പക്ഷേ നമ്മൾ ഫെവിക്കോൾ ആവുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും ഒട്ടാൻ വേണ്ടിയിട്ട്. എങ്കിലും അത് ഒട്ടിയാൽ ഒട്ടിയ പോലെ തന്നെ കിടക്കും കേട്ടോ. പിന്നെ അതിങ്ങനെ ഇളകിപ്പോരുമോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പേപ്പറും ഒട്ടിക്കുന്ന ടൈമിൽ എനിക്ക് പേപ്പറും കാർഡ്ബോർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്ന ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ഉറപ്പായിട്ടും ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ അതും കൂടി ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തുമ്പത്തില്ലേ, ഇതിൻ്റെ ഈ ഒരു തുമ്പ് വരുന്ന ഭാഗം നമ്മൾ നമ്മൾ ഗോൾഡൻ കളർ മെറ്റാലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ തുമ്പത്തൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിന്നോട്ടെ, ഒരു ആൻറ്റിക് ടച്ചും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ജസ്റ്റ് അറ്റത്ത് മാത്രമേ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു പെയിൻറ്റ്. ഞാനൊരു ആൻറ്റിക് ടച്ച് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഗോൾഡൻ കളർ മെറ്റാലിക് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ കളർ കൊടുക്കാം. അതേപോലെ തന്നെ ഇതിന് മാച്ച് ആവുന്ന, അതായത് ഈ ഒരു ബ്ലാക്കിന് മാച്ച് ആവുന്ന വൈറ്റ് ആയാലും റെഡ് ആയാലും അതൊക്കെ കൊടുക്കാം കേട്ടോ തുമ്പത്ത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ കൊടുത്തു. അങ്ങനെ നല്ല രീതിയിൽ ട്രൈ ആയതിനു ശേഷം ഞാനത് വാളിലേക്ക് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഗോൾഡൻ കളർ വരുന്ന ഭാഗം നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിലും എൻ്റെ ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല. എൻ്റെ ക്യാമറയിൽ അത്ര ക്ലിയർ ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണുന്ന ടൈമിൽ നല്ല ഇതിലും ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ നമുക്ക് ചിലതൊക്കെ നമ്മൾ വീഡിയോ എടുത്താൽ അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ വാൾ ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ഇങ്ങനെ കുറച്ച് സ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു മാഗസീൻ്റെ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ വെറുതെ കളയാൻ വെച്ച പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ അൽക്കുലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ